വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തേക്കിട്ടത് പിടിയിലായ സുരേഷ് തന്നെയെന്ന സ്ഥിരീകരണം. അന്വേഷണ സംഘത്തിന് ട്രെയിനിലെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. RPF ആണ് അന്വേഷണ സംഘത്തിന് CCTV ദൃശ്യങ്ങൾ കൈമാറിയത്. സുരേഷും ശ്രീകുട്ടിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ദൃശ്യങ്ങളിൽ അർച്ചനയും ഒപ്പമുണ്ട്. തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഞായറാഴ്ച രാത്രി 8:30 കഴിഞ്ഞ് വർക്കല ഭാഗത്ത് വച്ചായിരുന്നു അതിക്രമമുണ്ടായത്. തിരുവനന്തപുരം പാലോട് സ്വദേശിനിയാണ് ശ്രീകുട്ടി. ശൗചാലയത്തിൽ പോയി മടങ്ങിയ പെൺകുട്ടിയെ തിരുവനന്തപുരം പനച്ചമൂട് വടക്കങ്കര വീട്ടിൽ സുരേഷ് കുമാർ ചവിട്ടി പുറത്തേക്ക് വീഴ്ത്തുകയായിരുന്നു. വാതിക്കലിൽ നിന്ന് മാറാൻ പറഞ്ഞതിൻ്റെ ദേഷ്യത്തിലാണ് ആക്രമിച്ചതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ തീവണ്ടിയുടെ വാതിക്കൽ വെച്ച് കാര്യമായ വാക്കുതർക്കം നടന്നതായി സഹയാത്രികൾ പറയുന്നില്ല. മദ്യലഹരിയിലായിരുന്നു തൻ്റെ പ്രവൃത്തിയെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്ക് ഇയാൾ മൊഴി മാറ്റി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇയാളുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. സുരേഷ് കുമാറിൻ്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ശ്രീകുട്ടിയെ വീഴ്ത്തിയ ശേഷം കൂട്ടുകാരി അർച്ചനയും കീഴ്പ്പെടുത്തി തള്ളിയിടാൻ പ്രതി ശ്രമിച്ചെങ്കിലും അവർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ആലുവയിൽ ഭർത്താവിനെ സന്ദർശിച്ച ശേഷം അർച്ചനയ്ക്കൊപ്പം മടങ്ങുകയായിരുന്നു ശ്രീകുട്ടി.